ഞാനിവിടെ ഒരു ബോട്ടിൽ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കണ്ണിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാനിവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലൊരു ഇമേജ് സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത പോലത്തെ ഹാഫ് സൈസിലൊരു പിക്ചർ സെലക്ട് ചെയ്യാം. പിക്ചർ എടുത്തിട്ടുള്ളത് ഗൂഗിളിൽ നിന്നാണ്. ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം പ്രിൻ്റ് എടുത്തിട്ട് യെല്ലോ കാർബൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പിക്ചർ ട്രേസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഔട്ട്ലൈൻസ് നമ്മൾ മാർക്കർ കൊണ്ടാണല്ലോ വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ സൈഡുകളൊക്കെ നന്നായിട്ടൊന്ന് വരയ്ക്കുന്നത് നല്ലതാണ്. കൂടുതൽ ഒരു ഫിനിഷിങ് കിട്ടും. യെല്ലോ കാർബൺ യൂസ് ചെയ്യാൻ കാരണം ബ്ലൂ കാർബൺ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ വെള്ള പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കൈ പ്രസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ പരക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യെല്ലോ കാർബൺ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ കണ്ണൻ്റെ ഡ്രോയിങ്ങിൻ്റെ സൈഡിലായിട്ട് ഒരു മയിൽപ്പീലീൻ്റെ പിക്ചറാണ് വരയ്ക്കുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് തന്നെയായിരുന്നു ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഡയറക്റ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ കുപ്പീൻ്റെ മുകളിൽ വരച്ചിട്ടേ ഉള്ളൂ. ട്രേസ് ചെയ്തതൊന്നുമില്ല. ജസ്റ്റ് അത് നോക്കി ഒന്ന് വരച്ചു. അത്രയ്ക്ക് ആ ഇമേജ് അത്ര സിമ്പിളായിട്ടുള്ളൊരു ഇമേജ് ആണല്ലോ. അതിനുശേഷം ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് ആ ഔട്ട്ലൈനറിന് കൂടെ ഒന്നും കൂടെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ബ്ലെസ്ഡ്. ബൈ.